മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ടു പോവുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര ടെൻഷനായിരിക്കും. കാരണം ഒരുപാട് കോൺടാക്ട്സ് ഉണ്ട്, ഫോട്ടോസ് ഉണ്ട്, പേഴ്സണൽ ഡീറ്റെയിൽസ് ഉണ്ട്. അപ്പം എങ്ങനെയാണ് തിരിച്ചു കിട്ടേണ്ടതെന്നൊക്കെയുള്ള ഒരു പേടിയും കാര്യങ്ങളൊക്കെ നമുക്കുണ്ടാവും. നിങ്ങളുടെ ഫോൺ മോഷ്ടിക്കപ്പെട്ട് പോയതാണ് എങ്കിൽ അത് എടുത്തുകൊണ്ട് പോയിട്ടുള്ള ആളുടെ ഫോട്ടോ അടക്കം നിങ്ങൾക്ക് ഒരു മെയിൽ വരും. അതിന് സഹായിക്കുന്ന ഒരു ആപ്പിനെയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. പക്ഷെ 2 കണ്ടീഷൻ ഉണ്ട്. ഫസ്റ്റ്, നിങ്ങളുടെ ഫോണിന് ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ടായിരിക്കണം. രണ്ടാമത്തേത്, നിങ്ങളുടെ മൊബൈലിന് ഫ്രണ്ട് ക്യാം ഉണ്ടായിരിക്കണം. നമ്മുടെ ഫോൺ മോഷ്ടിക്കപ്പെട്ടതാണെങ്കിൽ ഫോൺ എടുത്തിട്ടുള്ള ആളുടെ ഫോട്ടോ അടക്കം ഇമെയിലായിട്ട് വരുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഈ ആപ്പിൻ്റെ പേര് ലോക്ക് വാച്ച് ആപ്പ് എന്നാണ്. ആദ്യം തന്നെ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ലോക്ക് വാച്ച് എന്ന് ടൈപ്പ് ചെയ്തിട്ട് ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുള്ള ആപ്പാണ്. ഇനി ഇത് ഓപ്പൺ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ലോക്ക് വാച്ച് ഓപ്പൺ ചെയ്യുന്നതിന് മുന്നേ പറയാനുള്ളൊരു കാര്യം, സ്ക്രീൻ ലോക്ക് ഒന്നുകിൽ പാറ്റേൺ ആയിരിക്കണം അല്ലെങ്കിൽ നമ്പർ ലോക്ക് ആയിരിക്കണം. സ്വൈപ്പ് ചെയ്തിട്ടാണ് സ്ക്രീൻ ലോക്ക് മാറ്റുന്നത് എങ്കിൽ ഈ ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ വർക്ക് ചെയ്യില്ല. അതുകൊണ്ട് ആദ്യം തന്നെ സ്ക്രീൻ ലോക്ക് ഒന്നുകിൽ പാറ്റേൺ ആക്കുക അല്ലെങ്കിൽ നമ്പർ ലോക്ക് ആക്കുക. ലോക്ക് വാച്ച് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് കാണുന്നുണ്ട് സെൻഡ് അലേർട്ട് ഇമെയിൽ. ആ ഓപ്ഷൻ ഓൺ ചെയ്യുക. ഇപ്പം മറ്റൊരു ബോക്സ് കാണാം. അതിൻ്റെ അകത്ത് ആക്ടിവേറ്റ് ഡിവൈസ് അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു ക്വസ്റ്റ്യൻ ടാഗ് വരുന്നുണ്ട്. അത് ആക്ടിവേറ്റ് ആക്കുക. ഇനി ചോദിക്കുന്നുണ്ട് നമ്പർ ഓഫ് അൺലോക്ക് അറ്റംപ്റ്റ്സ്. അത് എത്രാമത്തെ അറ്റംപ്റ്റിലാണ് ഫോട്ടോ എടുക്കേണ്ടത്, മെയിലിൽ വരേണ്ടത് എന്നുള്ളതാണ് ആ ഒരു ഓപ്ഷൻ ചോദിക്കുന്നത്. അപ്പം 1 അറ്റംപ്റ്റ് എന്നുള്ളത് ഓക്കെ ആക്കുക. ഇനി അതിൻ്റെ താഴെ ഇമെയിൽ ഷുഡ് ബി സെൻഡ് ടു എന്ന് കാണാം. അവിടെ നമ്മുടെ ഇമെയിൽ അഡ്രസ്സും എൻ്റർ ചെയ്യുക. ഇനി നമ്മുടെ ഫോൺ ആരെങ്കിലും മോഷ്ടിക്കുകയും ലോക്ക് സ്ക്രീൻ പാറ്റേൺ മാറ്റാൻ ശ്രമിക്കുകയും ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മെയിലിലേക്ക് ഒരു മെസ്സേജ് വരും. നമ്മുടെ മെയിൽ ഐ ഡിയിലേക്ക് എങ്ങനെയാണ് മെയിൽ വരുന്നതെന്നുള്ളത് ജസ്റ്റ് ട്രയൽ കാണിച്ചു തരാം. ഇപ്പോൾ ഫോൺ ലോക്കാണ്. ഇനി അൺലോക്ക് ചെയ്യാൻ പോവുകയാണ്. തെറ്റായിട്ടുള്ള പാറ്റേൺ ആണ് ഞാൻ എൻ്റർ ചെയ്യുന്നത്. രണ്ട് പ്രാവശ്യം ഞാൻ ട്രൈ ചെയ്തു. ഇനി ശരിക്കുള്ള പാറ്റേൺ യൂസ് ചെയ്ത് ഞാൻ ഫോൺ അൺലോക്ക് ചെയ്യാണ്. ജസ്റ്റ് മെയിൽ ചെക്ക് ചെയ്ത് കാണിച്ചു തരാം. മെയിൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇൻബോക്സിൻ്റെ അകത്ത് ലോക്ക് വാച്ച് അലേർട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു മെയിൽ കിടക്കുന്നത് കാണാം. അത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് സംവൺ ട്രൈ ടു അൺലോക്ക് നിങ്ങളുടെ ഫോൺ എന്ന് കാണാം. താഴെ മാപ്പ് കാണാം, എവിടെയാണ് ഇപ്പോൾ ഫോൺ കറണ്ട് ആയിട്ടുള്ളതെന്ന് കാണാം. അതിൻ്റെ താഴെ ആരാണ് ഫോൺ പാറ്റേൺ മാറ്റാൻ ശ്രമിച്ചത് അവരുടെ ഫോട്ടോ മെയിലിൽ കിടക്കുന്നുണ്ടാവും. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. കൂടുതൽ അറിവായിട്ട് ഞാൻ വീണ്ടും വരും. ടിൽ ദെൻ ബൈ.